ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവൽ ഉപ്മാവ്. രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കാണാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവൽ ഉപ്മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അവിലാണ് 2.5 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എന്നിവ എടുത്തു വയ്ക്കാം. അപ്പോൾ ഇതിൽ 2.5 കപ്പ്, ഇതുപോലത്തെ മെഷർമെൻറ്റ് കപ്പാണെങ്കിൽ അതിലൊരു 2.5 കപ്പ്, ഗ്ലാസ് ആണെങ്കിൽ 2.5 ഗ്ലാസ് അവിലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കടുക്, പിന്നെ ഒരു ചെറിയ കപ്പിൽ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം ആദ്യം. പിന്നീട് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നിലക്കടലയും കൂടെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിലക്കടല നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്, മഹാരാഷ്ട്രയിലൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ വളരെ ടേസ്റ്റിയുമാണ്, വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നിലക്കടല മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ്. ഉപ്പാനുള്ള ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചേർക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ അവലിനനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്പൂണിൽ 2 സ്പൂണ് ഉപ്പ് നമുക്ക് ചേർക്കാം. ഏറ്റവും ചെറിയ സ്പൂണിൽ, അല്ലെങ്കിൽ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്താലും മതിയാവും. 1 മുക്കാലോ, നമുക്ക് ഏകദേശം അവൽ കാണുമ്പോൾ അറിയാമല്ലോ, അതിനനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരട്ടെ. അതിനുള്ളിൽ നമുക്ക് അവിലൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം കൈകൊണ്ട് ഇത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കുറച്ച് കുതിർന്ന് വരും. അപ്പം നമുക്കറിയാമല്ലോ ഏകദേശം ആ ഒരു ഹാർഡ്നെസ് പോയി കഴിയുമ്പോൾ ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ കുതിർന്ന പോലെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വല്ലാതെ മൂത്ത് പോകും, ഹാർഡായിരിക്കും. അപ്പോൾ അവസാനം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുതിർത്ത അവിലൂടെ പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ അതിൽ വെള്ളം നല്ലോണം കൈകൊണ്ട് പിഴിഞ്ഞിട്ട് എടുത്തിട്ട് വേണം അവിൽ ചേർത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാ അവിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ ഉപ്മാവാണിത്. അപ്പോൾ നമുക്ക് ദോശ, ഇഡ്ഡലിയൊക്കെ മടുത്ത് കഴിയുമ്പോൾ ഇടയിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല കമൻസൊക്കെ അറിയിക്കണം.
ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വളരെ താങ്ക്സ്.